വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. PG അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഒരു പക്ഷേ ഇതിൽ പങ്കെടുക്കുക എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തിയാൽ അത് സംസ്ഥാന ഘടകങ്ങൾക്കുള്ളിൽ തന്നെ വലിയ തോതിൽ ആശങ്കയും വലിയ പ്രതിഷേധവും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നതാണോ ഈ വൈകിയ വേളയിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്? വിവിധ സംസ്ഥാനങ്ങളിലെ PCCകളിലും അവരുടെ നേതാക്കളിലും കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും വിരുദ്ധ അഭിപ്രായങ്ങൾ ഇതിനകം ഉയർന്നു വന്നത്. ഇതിന് ശേഷം പരസ്യ പ്രസ്താവനകളും AICC നേതൃത്വം വിലക്കിയിരുന്നു. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കിയിട്ടുണ്ട്. അയോധ്യ ക്ഷേത്ര ചടങ്ങിലേക്ക് 3 നേതാക്കളെയായിരുന്നു RSS നേതൃത്വം ക്ഷണിച്ചിരുന്നത്. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അധീർ രഞ്ജൻ ചൗധരി എന്നിവരെയാണ് AICC നേതൃത്വത്തിൽ നിന്നും ക്ഷണിച്ചിരുന്നത്. മറ്റ് പ്രാദേശികപരമായി കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നെങ്കിലും ഈ 3 നേതാക്കളും, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ഖാർഗെയും ഈ ക്ഷണം സ്വീകരിക്കുമോ എന്നുള്ള തരത്തിൽ അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഈ ആശയക്കുഴപ്പം രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ തിരിച്ചടി നൽകുന്നു അറിഞ്ഞതിനെ തുടർന്നാണ്, തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തന്നെയാണ് കുറച്ച് വൈകിയാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു നിലപാട്, മതേതരമായ നിലപാട് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ കാരണമായി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് RSS ഈ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനെ വലിയ രീതിയിലുള്ള വർഗീകരിക്കാനുള്ള RSS ശ്രമം നടത്തുന്നുണ്ട്. സംഘപരിവാറും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് പിന്തുണ നൽകുന്നുണ്ട്. അതൊരു വർഗീയവൽക്കരണ രീതിയിലേക്കാണ് അയോധ്യ ക്ഷേത്ര ചടങ്ങിനെ RSS നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതേതര നിലപാട് ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നേതൃത്വം അതിൽ പങ്കെടുക്കില്ല എന്നുള്ള സുപ്രധാനമായ അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതും പ്രകാരം സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അധീർ ചൗധരി എന്നിവർ അയോധ്യ ക്ഷേത്ര ചടങ്ങ് ജനുവരി 22-ാം തീയതി നടക്കുന്ന ക്ഷേത്ര ചടങ്ങിലേക്ക് പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. കാരണം ഇന്ന് ഉച്ചയ്ക്ക് AICC ആസ്ഥാനത്ത് ജയറാം രമേശും KC വേണുഗോപാലും പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അപ്പോഴും നേതാക്കൾ പ്രതികരിച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള ചോദ്യവും മാധ്യമപ്രവർത്തകർ ഉയർത്തിയിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ പോകുന്നതിനെ കുറിച്ച്. എന്നാൽ ഇതിനൊന്നും ഉത്തരം നൽകിയിരുന്നു. എന്തായാലും 1 മണിക്കൂറിന് ശേഷം AICC നേതൃത്വം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയാണ്, ഈ ഒരു പ്രസ്താവനയിലൂടെയാണ് ഈ നേതാക്കൾ അയോധ്യ ക്ഷേത്ര ചടങ്ങിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിക്കാതിരുന്നത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. എന്തായാലും ഈ ആശയക്കുഴപ്പമാണ് ഈ ഒരു വാർത്തയിലൂടെ ഇപ്പൊ മറന്നേക്ക് പുറത്തു വരുന്നത്. എന്തായാലും നേതാക്കൾ പങ്കെടുക്കില്ല എന്ന് ഉറപ്പായി. കാവ്യം. അരുൺ, പ്രത്യേകിച്ച് CPIM അടക്കമുള്ള പാർട്ടികൾ ദേശീയ നിലപാട് അത് വളരെ കൃത്യമായി ചുരുങ്ങിയ മണിക്കൂറിൽ തന്നെ, ഈ ഒരു ക്ഷണം ലഭിച്ച ചുരുങ്ങിയ മണിക്കൂറിൽ തന്നെ സ്വീകരിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. പങ്കെടുക്കേണ്ടതില്ല, അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു പരിപാടിയെ വർഗീയവൽക്കരിക്കുന്നു, പൂർണ്ണമായും അതിനൊരു രാഷ്ട്രീയ സ്വഭാവം കാണുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിലപാടെടുത്തൊരു പശ്ചാത്തലത്തിൽ ഒരു നേതാവിനോട് പോലും, ഒരു സംസ്ഥാന നേതാവിനോട് പോലും പരസ്യമായ ഒരു വാക്കുപോലും മിണ്ടരുത് എന്ന് കൃത്യമായ നിലപാടെടുത്തിരുന്ന ഒരു ഘട്ടം കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുപക്ഷെ ഈ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ വൈകിയ വേളയിൽ എത്തിച്ച ഘടകങ്ങൾ അതെന്തൊക്കെയായിരിക്കും? തീർച്ചയായും. കാരണം ഇതിൽ കൃത്യമായ ഒരു നിലപാട് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് CPIM ആയിരുന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടുത്ത ദിവസം തന്നെ ഇക്കാര്യത്തിൽ അയോധ്യ ക്ഷേത്ര ചടങ്ങിലേക്ക് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് അറിയിച്ചിരുന്നു. കാരണം ഇത് തീർത്തും ഇതിനെ ഗവൺമെന്റ് സ്പോൺസേഡ് വർഗീയ പരിപാടിയാണെന്നുള്ള നിലപാടാണ് സീതാറാം യെച്ചൂരി കൈക്കൊണ്ടത്. കൂടാതെ അതിന് പിന്നാലെ CPI ജനറൽ സെക്രട്ടറി D രാജയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള കൃത്യമായ ഒരു നിലപാട് അറിയിച്ചപ്പോഴാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനം കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ തിരിച്ചടിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കാരണം ഇത് പലപ്പോഴും പല രീതിയിലുള്ള പ്രസ്താവനകൾ രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള കോൺഗ്രസ് നേതാക്കൾ വിരുദ്ധ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായ തിരിച്ചടി നേരിടേണ്ടി വരുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷണം നിരസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കാരണം ഭാരത് ന്യായ യാത്ര ഈ വരുന്ന അടുത്ത ആഴ്ച ആരംഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിലപാട്
സ്വീകരിച്ചില്ലെങ്കിലും മണിപ്പൂർ പോലെയുള്ള ന്യൂനപക്ഷ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിടുമെന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു ജീവശ്വാസം തന്നെ നൽകും. കാരണം ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ തുടർന്ന ഒരു ആശയക്കുഴപ്പത്തിന് അന്ത്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് AICC നേതൃത്വം ഒരു പരസ്യ പ്രസ്താവന വിലക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരു നിലപാടിലുള്ള വിരുദ്ധത പ്രകടമായതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കൾ അങ്ങനെയുള്ള പരസ്യ പ്രസ്താവനകളെല്ലാം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പരസ്യ പ്രസ്താവന പാടില്ല, ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ആ ഒരു നിലപാട് AICC നേതൃത്വം നടത്തിയിരുന്നത്. കാരണം ഇന്ന് AICC ഉച്ചയ്ക്ക് AICC ആസ്ഥാനത്ത് പത്രസമ്മേളനം AICC നേതാക്കളായ വേണുഗോപാലും ജയറാം രമേശും നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പോകുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണവും അപ്പോൾ നടത്തിയിരുന്നില്ല. ഇപ്പോൾ അതിന് 1 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇതിന്റെ ഔദ്യോഗികമായ വിശദീകരണം കുറിപ്പിലൂടെ നൽകുവാൻ AICC നേതൃത്വം നിർബന്ധിതമായിരിക്കുന്നത്. എന്തായാലും പങ്കെടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലൂടെ ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പത്തിന് അന്ത്യം സൃഷ്ടിച്ചു എന്നുള്ളത് പറയാം. പക്ഷെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മതേതര നിലപാട് ഒരു തരത്തിൽ വരെ സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വസിക്കുവാനാവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയക്കുഴപ്പം ഈ മുതിർന്ന നേതാക്കൾ, കാരണം മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും ഇപ്പോഴത്തെ അധ്യക്ഷൻ ഖാർഗെയും അധീർ രഞ്ജൻ ചൗധരിയും പോകുന്നില്ല എന്നുള്ള ഒരു നിലപാട് കൃത്യമായി ഇപ്പോൾ അറിയിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള ഇന്ന് ചർച്ചകൾക്കും വഴിയാകും. എന്തായാലും അവർക്ക് മതേതര നിലപാട് ഉയർത്തുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ മുന്നോട്ടുള്ള ഒരു ആത്മവിശ്വാസവും നൽകും. ശരി, വൈകിയാണെങ്കിലും മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്നു എന്നത് തന്നെയാണ്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല. PJ അരുണാണ് വിവരങ്ങൾ നൽകിയത്.